ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. ഗോതമ്പ് ദോശയിൽ തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് ഒരു റോള് മാതിരി പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിതിപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈവനിങ് കുട്ടികൾക്ക് വരുമ്പോഴും കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ഗോതമ്പ് മാവ് ആഡ് ചെയ്ത് കൊടുത്തു. ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. അതിലോട്ട് 2 നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് വേണ്ട, കാരണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഞാനൊരു വിസ്ക് കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. എനിക്ക് വിസ്കാണ് കുറച്ചുകൂടി ഈസി കട്ടയില്ലാതെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഒരു ഫോർക്ക് കൊണ്ടോ ചെയ്യാം. ഞാൻ ചില സമയത്തെല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്നിച്ചിട്ട് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഹൈ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്താലും മതി. അപ്പോഴും നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ട് വരും. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് മുഴുവൻ ആഡ് ചെയ്തു. കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പം ഇനി ഒരു 1/4 കപ്പ് കൂടി എടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ കറക്റ്റായിരിക്കും. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചില സമയത്ത് മിക്സിയിൽ അടിച്ചെടുക്കാറുണ്ട്. ഇന്ന് മിക്സിയൊക്കെ കഴുകാനുള്ള മിക്സിയുടെ ജാറ് കഴുകണ്ടേന്ന് ആലോചിച്ച് മടിച്ചിട്ട് ഞാൻ വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യാണ്. ഓക്കെ, അപ്പം നന്നായി ഇനി മിക്സ് ചെയ്തെടുക്കുക. ഈ വെള്ളം മതി, ഇത് കറക്റ്റാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഒരു വിസ്ക് കൊണ്ട് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ആ ഫില്ലിംഗ് കൂടെ തയ്യാറാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്, ഒട്ടും കട്ട പാടില്ല. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ഫില്ലിംഗ് തയ്യാറാക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് തേങ്ങയും പഞ്ചസാരയും മാത്രമേ വേണ്ടൂ. തേങ്ങ ചിരകി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. കണ്ടോ, ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ശരിക്കും ദോശമാവ് മാതിരി തന്നെ ഗോതമ്പ് ദോശ തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അരിക്ക് പകരം ഗോതമ്പ് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് തേങ്ങ, ഞാനിവിടെ ഏകദേശം 1 കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കപ്പ് തേങ്ങ വേണം. അതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ ഗോതമ്പ് ദോശ ചുട്ടെടുത്ത ശേഷം നമുക്ക് അതിലോട്ട് ഫില്ല് ചെയ്ത് റോൾ ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് വലിയ പീസസ് തേങ്ങയുടെ ഉണ്ടായിരുന്നൊക്കെ എടുത്ത് മാറ്റി, കാരണം എന്നാലേ നമുക്ക് കടിക്കാൻ ഈസി ആയിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങ 1 കപ്പ് ആഡ് ചെയ്തു. പിന്നെ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം. ഫില്ലിംഗ് നിറയെ വേണമെന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് നിറയെ തയ്യാറാക്കിയിട്ട് ഫില്ല് ചെയ്താൽ മതി. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഗോതമ്പ് ദോശ ചുട്ട് കഴിഞ്ഞുകൊണ്ട് ആ ചൂടിൽ തന്നെ നമുക്ക് ഈ ഫില്ലിംഗ് തയ്യാറാക്കണം, ഫില്ലിംഗ് വെക്കണം. എന്നാലേ ആ ചൂടിൽ ആ പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റാലോ, എന്നാലേ ആ ടേസ്റ്റ് നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡിയായി. അത് ഞാൻ മാറ്റി വെച്ചു. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനും ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇൻഡക്ഷനിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സാധാരണ ദോശയാണെങ്കിൽ ഞാൻ നല്ലെണ്ണ എടുക്കും. നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്തു, പരത്തി അതിലോട്ട് കുറച്ച് ഒരു 2-3 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2-3 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് വിട്ടുവരാം. ഞാൻ സാധാരണ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്.
ഇന്ന് ഞാൻ നോൺ സ്റ്റിക്കിൽ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഒരു 3-4 മിനിറ്റ് അപ്പോഴേക്കും ഒരു സൈഡ് കുക്കായി വരും. അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് അപ്പുറത്തെ സൈഡും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദോശ റെഡിയായി. ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, കാരണം ഗോതമ്പ് വേവാനുള്ളതല്ലേ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ വെച്ചാൽ മതി. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിനിറ്റ് കൂടെ വേവട്ടെ. അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് വാങ്ങാം. പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത ശേഷം നമുക്ക് ആ ചൂടിൽ തന്നെ നമുക്ക് ആ തേങ്ങ കൂടെ ദോശയുടെ മേലെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഫില്ലിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത്ര നമുക്ക് ഫില്ല് ചെയ്യാം. നല്ലോണം തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലോണം തേങ്ങയും പഞ്ചസാരയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുകയാണ്. ബാക്കിയുള്ള മാവും അതേമാതിരി ഞാൻ ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഫില്ലിങ് അതിലോട്ട് സ്പ്രെഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 വലിയ സ്പൂൺ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും അറ്റത്തേക്ക് ചെയ്യണ്ട, പിന്നെ നമുക്ക് റോൾ ചെയ്യുമ്പോൾ അത് പുറത്ത് പോവും. അതുകൊണ്ട് 1 ഇഞ്ച് സ്ഥലം വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം തേങ്ങ വയ്ക്കുക. എന്നിട്ട് ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ ഗോതമ്പ് ദോശയുടെ റോള് റെഡിയാവും. കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. എനിക്കും ഹസ്ബൻഡും വളരെ ഇഷ്ടമാണ്. ഇത് ഈസിയാണ് ഉണ്ടാക്കാനും ഒക്കെ. ഞാൻ റോൾ ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് ദോശ. ഗോതമ്പ് ദോശ ആയതുകൊണ്ട് പെട്ടെന്ന് അത് സൈഡെല്ലാം ഒട്ടിയും പിടിച്ചോളും, കുഴപ്പമില്ല, വിട്ടു പോവില്ല. ഗോതമ്പ് ദോശ റോള് റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്ങോടുകൂടിയുള്ള റോള്. ഇതേമാതിരി ഞാൻ ബാക്കിയുള്ളതും ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള മാവും ഇതേമാതിരി ചുട്ടെടുക്കാം. എന്നിട്ട് ഫില്ല് ചെയ്യാം. തേങ്ങ പോരണമെങ്കിൽ ഒന്നുകൂടെ മിക്സ് ചെയ്താൽ മതി വീണ്ടും. സോ ഞാനിപ്പോൾ 2 ഓൾറെഡി ഉണ്ടാക്കിയിട്ട് കഴിച്ചു. ബാക്കി 2 ഞാൻ പ്രസൻറ്റേഷന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ കഴിക്കാൻ പോവുകയാണ്, ഹസ്ബൻഡിന് കൊടുക്കാൻ പോവാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.